ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ സ്ത്രീയുടെ വയറ്റിൽ കത്രിക കുടുങ്ങിയെന്ന പരാതിയിൽ നടപടിയുമായി സർക്കാർ. അന്നത്തെ യൂണിറ്റ് ചീഫായ ഡോക്ടർ ലളിതാംബികയ്ക്കെതിരെ കേസെടുത്ത് പോലീസ്. ഉഷ ജോസഫിന്റെ ബന്ധുവിന്റെ പരാതിയിലാണ് കേസ്. വിവരങ്ങളുമായി ഷാജഹാൻ ചേരുന്നുണ്ട്. ഷാജഹാൻ, നിലവിൽ ഈ ലളിതാംബികയ്ക്കെതിരെ മാത്രമാണോ കേസെടുത്തിരിക്കുന്നത്? എന്താണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ കൂട്ടിച്ചേർക്കാനുള്ളത്? സിജു, കത്രിക കുടുങ്ങിയ സംഭവവുമായി ബന്ധപ്പെട്ട് ആരോഗ്യവകുപ്പ് നടപടി സ്വീകരിച്ചിരുന്നു. നേരത്തെ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർക്കെതിരെയും അവിടുത്തെ അന്നുണ്ടായിരുന്ന നഴ്സിനെതിരെയുമാണ് നടപടി സ്വീകരിച്ചത്. എന്നാൽ ഇത് സംബന്ധിച്ച് പോലീസിൽ നൽകിയ പരാതി, ഉഷയുടെ ബന്ധുക്കൾ പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. അന്നത്തെ ഡ്യൂട്ടി HOD ആയിരുന്ന, അതായത് ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ആയിരുന്ന ഡോക്ടർ ലളിതാംബികയ്ക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. കാര്യം ഇവർ വളരെ അനായാസമായി കേസ് കൈകാര്യം ചെയ്തു. അതിന് വേണ്ടത്ര ഒരു ഗൗരവം കൊടുത്തില്ല. ഇത്തരം കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് കേസെടുത്തിരിക്കുന്നത്. എന്തായാലും ജാമ്യമുള്ള വകുപ്പുകൾ തന്നെയാണ്. അതല്ല എങ്കിൽ 6 മാസം തടവും അല്ലെങ്കിൽ 25,000 രൂപ പിഴയും ലഭിക്കാവുന്ന ശിക്ഷ തന്നെയാണ്. നമുക്കറിയാം, ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒട്ടനവധി ചോദ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. കാര്യം ഇപ്പോൾ നേരത്തെ ശസ്ത്രക്രിയ ചെയ്ത HOD തന്നെ പറയുന്നു ഇത് ഒരു പക്ഷേ 5 വർഷം മുൻപുള്ളതായിരിക്കില്ല, അതിനു മുൻപ് ഇതൊരു ശസ്ത്രക്രിയയ്ക്ക് വിധേയമായിരുന്നു എന്നാണ് പറയുന്നത്. സമാനമായ രീതിയിൽ തന്നെ ഇന്നലെ എത്തിയ ആരോഗ്യവകുപ്പിന്റെ ഉന്നതതല സമിതിയും ഇത് സംബന്ധിച്ച് ഈ ബന്ധപ്പെട്ട ഈ സ്ത്രീയുമായിട്ട് സംസാരിച്ചപ്പോഴും ഇതിനു മുൻപൊരു ശസ്ത്രക്രിയ നടത്തിയതായിട്ട് അവർ പറയുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ കത്രിക ഇതിനു മുൻപ് വന്നതാണോ, ഇപ്പോൾ ഈ 5 വർഷം മുൻപുള്ളതാണോ എന്നത് സംബന്ധിച്ച് പരിശോധന നടത്തേണ്ടി വരും. ഇന്നെന്തായാലും എറണാകുളത്ത് ഈ കത്രിക നീക്കം ചെയ്യുന്നതിനുള്ള ശസ്ത്രക്രിയ നടക്കുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അതിനുശേഷം ഈ കത്രിക ഫോറൻസിക്കിന് കൈമാറുകയും അതിനുശേഷം ഇതിന്റെ കാലപ്പഴക്കം പരിശോധിക്കുകയും ചെയ്യും. അതിനുശേഷമായിരിക്കും കൂടുതൽ നടപടികളിലേക്ക് പോവുക. ഇപ്പോൾ എന്തായാലും ആരോഗ്യവകുപ്പിന്റെ തന്നെ ഈ പരാതിക്കാരി ഷാജഹാൻ, ഏതായാലും ഷാജഹാനിലേക്ക് മടങ്ങി വരും. ഇതുമായി ബന്ധപ്പെട്ട് ഈ ലളിതാംബികയ്ക്കെതിരെ നേരത്തെയും ചില പരാതികൾ ഉണ്ടായിരുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ഗൈനക്കോളജി വിഭാഗം മേധാവിയായിരുന്ന ഡോക്ടർ ലളിതാംബികയ്ക്കെതിരെ നേരത്തെയും സമാനമായ പരാതികൾ ഉയർന്നിരുന്നതായി നാട്ടുകാർ. ആലപ്പുഴ മെഡിക്കൽ കോളേജ് പ്രവർത്തിക്കുമ്പോഴും അവിടെ സ്കാനിംഗ് സെന്റർ ഉള്ളപ്പോഴും സ്വന്തമായി സ്കാനിംഗ് സെന്റർ വീട്ടിൽ പ്രവർത്തിച്ചിരുന്നു. കോടികളുടെ ആസ്തിയാണ് ഡോക്ടർ ലളിതാംബികയ്ക്ക് ഉള്ളതെന്നും പരാതി ലളിതാംബികയ്ക്കെതിരെ വിജിലൻസ് അന്വേഷണം നടത്തണമെന്നും ആവശ്യമുയരുകയാണ്. ഇവര് തന്നെയാണ് സൂപ്രണ്ടായിട്ടിരിക്കുമ്പോൾ ഓപ്പറേഷൻ നടത്തുന്നത് ലളിതാംബിക. അത് ഇതേപോലെ നയിച്ചുവിട്ടിട്ട് അവർ വേദന കൊണ്ട് വേറെ പ്രൈവറ്റ് ആശുപത്രിയിൽ പോയി സ്കാൻ ചെയ്തപ്പോൾ ഇതിൻ്റെ അത് എന്തോ കിടക്കുന്നതായിട്ട് കണ്ടു. ഇവിടെ വന്ന് ഇവരോട് പറഞ്ഞിട്ട് ഇവർ തിരിഞ്ഞു നോക്കിയില്ല. രണ്ടാമത് ബഹളം വെച്ച് കഴിഞ്ഞപ്പോൾ അവർ വിളിച്ചു പറഞ്ഞ് ഇവിടെ രണ്ടാമത് ജനറൽ ആശുപത്രിയിൽ ഓപ്പറേഷൻ ചെയ്ത് അവരെ വിട്ടു. പണിയെടുത്ത വിഷയങ്ങളുണ്ട്. ഇവർ ഇവിടെ കൺസൾട്ടിങ് ഇല്ലെന്ന് പറഞ്ഞിട്ട് ഇവിടെ വൈകുന്നേരം ആകുമ്പോൾ എന്ത് ജനമാണ് കൺസൾട്ടിങ് ഇല്ലെന്ന് പറഞ്ഞിട്ട് പിന്നെ ഈ വീടിൻ്റെ ഭാഗം ഇത്രയും ജനം ഇടിച്ച് നിൽക്കേണ്ട കാര്യമുണ്ടോ? ഇവർ മെഡിക്കൽ കോളേജിൽ ഡോക്ടർ ആയിരിക്കുമ്പോഴായിരിക്കും ഇതേപോലെ വിഷയങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ്. ഷാജഹാൻ ചേരുകയാണ് ഒരിക്കൽ കൂടി. ഷാജഹാൻ, ഈ ലളിതാംബിക വളരെ വർഷങ്ങളായി ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് തന്നെയാണോ പ്രവർത്തിച്ചത്? അതോടൊപ്പം തന്നെ ഉയർന്നു വരുന്ന ഇവർ സ്വന്തമായി സ്കാനിംഗ് സെൻ്ററൊക്കെ ഉണ്ടായിരുന്നു. നേരത്തെയും പല ശസ്ത്രക്രിയകളുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ആരോപണം ഇവർക്കെതിരെ ഉയരുകയും ചെയ്തിരുന്നു. എന്താണ് ഈ നാട്ടുകാരുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്? പോലീസ് നടത്തിയ അന്വേഷണത്തിൽ നിന്ന് എന്താണ് വ്യക്തമാകുന്നത്? തീർച്ചയായിട്ടും ലളിതാംബികയ്ക്കെതിരെ വിജിലൻസ് അന്വേഷണം വേണം എന്നുള്ളൊരു ആവശ്യമാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന കാര്യം. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഇവർ സ്വന്തമായിട്ട് ലാബും അതോടൊപ്പം തന്നെ പ്രൈവറ്റ് പ്രാക്ടീസ് നടത്തി കോടികൾ സമ്പാദിച്ചു എന്നുള്ളൊരു ആരോപണമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. നേരത്തെയും സമാനമായ രീതിയിൽ ഇവർ ശസ്ത്രക്രിയ നടത്തിയ ശേഷം ഇത്തരത്തിൽ ശരീരത്തിനുള്ളിൽ നിന്നും മറ്റ് അവശിഷ്ടങ്ങൾ, പഞ്ഞിയും മറ്റ് അവശിഷ്ടങ്ങളൊക്കെ കണ്ടെത്തി അത് നീക്കം ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇത് നാട്ടുകാർ പറയുന്നതാണ്. മാത്രമല്ല, ഇവർ നേരത്തെ മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരുന്നപ്പോൾ വീട്ടിൽ സ്കാൻ ചെയ്യുമായിരുന്നു. ഗർഭിണികളെയൊക്കെ തന്നെ നേരെ വീട്ടിലേക്ക് വരാൻ പറയും. 2 മാസം മുതൽ 9 മാസം വരെ സ്കാനിങ് ഒക്കെ തന്നെ ഇവരുടെ വീട്ടിലായിരുന്നു. ഇവിടെ വരുമ്പോൾ ഇവരെ കാണുന്നതിന് പ്രത്യേക ഫീസ് 200-300 വാങ്ങുമായിരുന്നു. അങ്ങനെ നിരന്തരം ഇവർ ആശുപത്രിയിൽ ജോലി ചെയ്യുമ്പോഴും നോൺ പ്രാക്ടീസിങ് അലവൻസ് വാങ്ങിക്കൊണ്ട് തന്നെ വീട്ടിൽ പ്രാക്ടീസ് നടത്തിക്കൊണ്ടിരുന്നു. അത് സ്കാനിങ് ചെയ്തിരുന്നു. മാത്രമല്ല, ഇപ്പോൾ സമീപത്തെ സർക്കാർ ആശുപത്രിയിലൊക്കെ തന്നെ ഇവർ ഇത്രയും സീനിയർ ആയതുകൊണ്ട് സമീപത്തെ സർക്കാർ ആശുപത്രികളിലൊക്കെ ഉള്ള സ്കാനിങ് ഒക്കെ തന്നെ ആജിര സ്കാനിങ് സെന്റർ എന്നുള്ള ഇവരുടെ പേരിലുള്ള ഈ സ്കാനിങ്ങിലാണ് നടത്തി വരുന്നത്. അങ്ങനെ ഇവർക്കെതിരെ ഇപ്പോൾ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഇതിനുശേഷം ഇപ്പോൾ ഓരോന്നായി ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്.